പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ, പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ, ആലംബഹീനരായി കേഴുന്നോർക്കെന്നെന്നും ആലംബം നീയല്ലോ പുണ്യവാനേ. ആലംബഹീനരായി കേഴുന്നോർക്കെന്നെന്നും ആലംബം നീയല്ലോ പുണ്യവാനേ. പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ, സാമോദം ദൈവത്തിൻ ചിത്തം നീ സന്തതം നിറവേറ്റി ധന്യനായി തീർന്നുവല്ലോ. സാമോദം ദൈവത്തിൻ ചിത്തം നീ സന്തതം നിറവേറ്റി ധന്യനായി തീർന്നുവല്ലോ. നിന്നെപ്പോൽ ഞങ്ങളും ദൈവീക തിരുചിത്തം നിറവേറ്റാൻ ശക്തി നീ നൽകിടേണേ. പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ സഹായം തേടി നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ഓടിയെത്തുന്ന അഭയസ്ഥാനമാണ് കലൂർ സെന്റ് ആന്റണീസ് ദേവാലയം. എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യപൂജയിലും വിശുദ്ധനോടുള്ള നൊവേനയിലും സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാൻ പതിനായിരങ്ങൾ വന്നു ചേരുന്നു. അവർ നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ദിവ്യബലിയും നൊവേനയും കാസറ്റ് രൂപത്തിൽ പുറത്തിറക്കുന്നത്. ആൽമന തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവം പങ്കെടുക്കുവാൻ ഇത് സഹായകമാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിശ്വാസപൂർവം ഫാദർ ജോസ് പടിയാരംപറമ്പിൽ. ബലിയേകാനിത വരുന്നു ഞങ്ങൾ സ്നേഹപിതാവേ തിരുമുൻപിൽ. മക്കൾ നൽകും പൂജയിൽ സംപ്രീതനായി തീരണമേ.
പിതാവേ തിരുമുൻപിൽ ദോഷവും പകയും നീക്കിയെന്നും സോദരരോടു ക്ഷമിക്കാം. ദോഷവും പകയും നീക്കിയെന്നും സോദരരോടു ക്ഷമിക്കാം. അന്യനു നന്മകൾ ചെയ്തിടുവാൻ ധന്യത കൈവരിച്ചിടാൻ ഈ ബലി തുണയേകിടേണം. ബലിയേകാനിത വരുന്നു ഞങ്ങൾ സ്നേഹപിതാവേ തിരുമുൻപിൽ. ദോഷവും കറകളും നീക്കിയെന്നും ശാന്തിത മേഖല പൂകാൻ. ദോഷവും കറകളും നീക്കിയെന്നും ശാന്തിത മേഖല പൂകാൻ. ഈ ലോക ജീവിതം സ്വർഗത്തിന്റെ അനുഭൂതി കൊണ്ടു നിറയ്ക്കാൻ ഈ ബലി വഴിയേകിടേണം. ബലിയേകാനിത വരുന്നു ഞങ്ങൾ സ്നേഹപിതാവേ തിരുമുൻപിൽ. മക്കൾ നൽകും പൂജയിതിൽ സംപ്രീതനായി തീരണമേ. ബലിയേകാനിത വരുന്നു ഞങ്ങൾ സ്നേഹപിതാവേ തിരുമുൻപിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടുകൂടെയും. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ അന്തോനീസിന്റെ സ്വർഗീയ മാധ്യസ്ഥം തേടി അണഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടുപോലും ആശ്രിതർക്ക് ആശ്വാസമരുളുന്ന കരുണാമയനാണ് വിശുദ്ധ അന്തോനീസ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ണിയെ കരങ്ങളിൽ ഏന്തുവാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ അന്തോനീസ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഇന്ന് പിതാവിന്റെ പക്കൽ ഏറ്റവും സമീപസ്ഥനാണ്. വിശ്വാസത്തോടെയും ഭക്തിയോടുകൂടെയും നമ്മുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ദുഃഖവും ദുരിതവും വിശുദ്ധ അന്തോനീസിലൂടെ പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെ സ്തുതിക്കായിട്ട് നല്ലവനായ ദൈവത്തിന് നാം അർപ്പിക്കുന്ന ഈ ദിവ്യപൂജ അവിടത്തേക്ക് സ്വീകാര്യമായ വിധത്തിൽ അർപ്പിക്കേണ്ടതിന് നാം ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് ദൈവത്തോട് നമുക്കിപ്പോൾ മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ.
കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാൽ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോനിയെ സമുന്നത സുവിശേഷ പ്രഭാഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. നല്ല ജീവിതം നയിക്കുന്നതിനും ആപൽസന്ധികളിൽ അങ്ങയുടെ പൈതൃക സംരക്ഷണം ലഭിക്കുന്നതിനും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായമായി തീരുവാൻ കൃപ നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന
അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും അവിടുത്തെ വത്സലരും എന്ന പോലെ കാരുണ്യം, ദയ, എളിമ, സൗമ്യത, ക്ഷമ എന്നിവ അണിയുവിൻ. പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുവിൻ. അന്യോന്യം ശണ്ഠയുണ്ടായാൽ മിശിഹ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. സർവോപരി പരിപൂർണതയുടെ ശൃംഖലയായ സ്നേഹം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ. അതിനാണല്ലോ നിങ്ങളെ വിളിച്ച് ഏക ശരീരത്തിൽ അവിടുന്ന് ചേർത്തത്. ആകയാൽ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. മിശിഹായുടെ വചസ്സുകൾ എല്ലാ വിജ്ഞാനവും വിതറിക്കൊണ്ട് നിങ്ങളിൽ വസിക്കട്ടെ. സങ്കീർത്തനങ്ങളും ആധ്യാത്മിക ഗാനങ്ങളും ഗീതകങ്ങളും വഴി അന്യോന്യം പഠിപ്പിക്കുവിൻ. കൃതജ്ഞതാപൂർവം ആത്മന സ്തുതി പാടുവിൻ. നിങ്ങൾ എന്തു തന്നെ പറയുകയോ പ്രവർത്തിക്കുകയോ ആണെങ്കിലും അവയെല്ലാം മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെക്കുറിച്ച് ഞങ്ങളെ മോചിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെക്കുറിച്ച് ഞങ്ങളെ മോചിക്കണമേ. പിതാക്കളുടെ അകൃത്യങ്ങൾ അങ്ങ് കണക്കിലെടുക്കരുതേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ അതിവേഗം ഉണ്ടാകുമാറാകട്ടെ. എന്തെന്നാൽ ഞങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെക്കുറിച്ച് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെക്കുറിച്ച് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെക്കുറിച്ച് ഞങ്ങളെ മോചിക്കണമേ. ബന്ധിതരുടെ വിലാപം അങ്ങയുടെ പക്കലെത്തട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ അങ്ങയുടെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. അങ്ങയുടെ ജനങ്ങളും അങ്ങയുടെ മേച്ചിൽ സ്ഥലത്തെ ആടുകളുമായ ഞങ്ങൾ അങ്ങേ നിത്യം പ്രകീർത്തിക്കും. തലമുറ തോറും ഞങ്ങൾ അങ്ങയുടെ സ്തുതി പാടും. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെക്കുറിച്ച് ഞങ്ങളെ മോചിക്കണമേ. അല്ലേലൂയ, അല്ലേലൂയ. ഞാൻ കർത്താവിൽ ശരണം വയ്ക്കുന്നു. എന്റെ ആത്മാവ് അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നു. അല്ലേലൂയ. വചനം വഴിയും സത്യവുമാണതു വിണ്ണിൻ ജീവൻ നൽകും. വചനം കേൾക്കാമിന്നേരം ആശിഷമേകാമന്യോന്യം. വചനം വഴിയും സത്യവുമാണതു വിണ്ണിൻ ജീവൻ നൽകും. വചനം കേൾക്കാമിന്നേരം ആശിഷമേകാമന്യോന്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയത്തികവിൽ വചനം മണ്ണിൽ ദീപം പോലെ ജ്വലിച്ചു. സമയത്തികവിൽ വചനം മണ്ണിൽ ദീപം പോലെ ജ്വലിച്ചു. ഇരുളിൽ കഴിയും ജനതതിയങ്ങൊരു സൂര്യവെളിച്ചം കണ്ടു. വചനക്കതിരൊളി നമ്മെ നടത്തും നാഗപദങ്ങളിൽ നിത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഈശോ ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, അയൽക്കാരനെ സ്നേഹിക്കുകയും ശത്രുവിനെ വെറുക്കുകയും ചെയ്യുക എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ തന്റെ മഴ പെയ്യിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രരാകേണ്ടതിന് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ പ്രതിഫലത്തിന് എന്തവകാശമാണ് നിങ്ങൾക്കുള്ളത്? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരരെ മാത്രമേ നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നുള്ളൂവെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അപ്രകാരം ചെയ്യുന്നില്ലേ? ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കൈകളിൽ ഇത്തിരി പൂക്കളുമായി, കരളിൽ ഒത്തിരി കണ്ണീരുമായി, ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയടയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? കൈകളിൽ ഇത്തിരി പൂക്കളുമായി, കണ്ണീരുമായി, ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയടയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? നൽകിയ ബലി പോലെ ഞങ്ങളും ആത്മാവുദാനമായി നൽകുമല്ലോ. കനിവോടെ കൈക്കൊള്ളും ഫലമിന്നു നൽകിടും. കടനങ്ങളൊഴിഞ്ഞിടാൻ കൃപയേകിടൂ. കൈകളിൽ ഇത്തിരി പൂക്കളുമായി, കരളിൽ ഒത്തിരി കണ്ണീരുമായി, ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയടയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? മുകളിലെ അർപ്പണം പോലെ ജീവിതം യാഗമായി നൽകിടുന്നു. ആർദ്രവാനല്ലയോ സ്നേഹപിതാവുനി, വരധാരയേകുവാൻ മനസ്സാകണേ. കൈകളിൽ ഇത്തിരി
ഞങ്ങൾ കാഴ്ചയടയ്ക്കുന്നു കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ. സഹോദരരെ, നമ്മുടെ ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്ത സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പ്രിയ മക്കളുടെ ഈ എളിയ ഉപകാരം കൈക്കൊള്ളുവാൻ തിരുവുള്ളമാകണമേ. പരമപരിശുദ്ധമായ ഈ ബലി വിശുദ്ധ അന്തോനീസിന്റെ ബഹുമാനവർദ്ധനവിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മശരീര വിശുദ്ധീകരണത്തിനും ഉപകരിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ. ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. സർവേശ്വര, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ അന്തോനീസിന്റെ വണക്കം ആചരിച്ചുകൊണ്ട് ആനന്ദിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹമരുളുന്നു. ഈ വിശുദ്ധന്റെ പുണ്യജീവിത മാതൃകയാൽ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും അദ്ദേഹം നിർവഹിച്ച സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് ഞങ്ങളെ കാത്തുപാലിക്കുന്നതിനും അങ്ങ് തിരുവുള്ളമായല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും നിത്യസ്തുതിക്ക് അർഹനായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായൊരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ
അപ്പമെടുത്ത് പിതാവായ അങ്ങയ്ക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങയ്ക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി അങ്ങേക്കു ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ പ്രിയ മക്കൾ അർപ്പിക്കുന്ന ഈ ദിവ്യയാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ ദർശിച്ചാലും അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുശരീര രക്തങ്ങളാൽ പരിപോഷിതരാവുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹമരുളണമേ. ക്രിസ്തുനാഥൻ ഞങ്ങളെ നിത്യമായ ഒരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും വിശുദ്ധ ഔസേപ്പിനോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം എപ്പോഴും ഞങ്ങൾക്ക് കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ഡാനിയൽ മെത്രാപ്പൊലിത്തയോടും മെത്രാൻ പദവിയിലും വൈദ്യ പദവിയിലുമുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ അങ്ങേക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരമായി ജീവിച്ച് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ യേശുക്രിസ്തു വഴി എല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യനിർവൃതി അടയുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവായ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതനുസരിച്ച് പിതാവായ ദൈവത്തോട് നമുക്കിപ്പോൾ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഇന്നും ഞങ്ങൾക്ക് സമാധാനമരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ പ്രിയ മക്കളുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടുകൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ എഴുന്നള്ളുവാൻ വേണ്ടി യോഗ്യത എനിക്കില്ല. അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഹൃദയേശ്വരാ, യേശു മഹേശാവരൂ, ജീവന്റെ നീർച്ചാൽ തരൂ, ദാഹം അകറ്റാൻ വരൂ. മനസ്സിൽ നിറയും മഴയായി കുളിരായി തേൻകണമായി, മനസ്സിൽ നിറയും മഴയായി കുളിരായി തേൻകണമായി വരൂ. ഓ എന്റെ ഹൃദയേശ്വരാ, യേശു മഹേശാവരൂ.
ഇലകൾ പോലും കൊഴിയും ശിശിരം, പൂവുകൾ കരിയും ഗ്രീഷ്മം. ഇലകൾ പോലും കൊഴിയും ശിശിരം, പൂവുകൾ കരിയും ഗ്രീഷ്മം. പാപം നിറയും കൃത്തിനു വേണം നാഥ നിന്നുടെ ദാനവസന്തം. ഓ എന്റെ ഹൃദയേശ്വരാ, യേശു മഹേശാ വരൂ. അപരനെ മണ്ണിൽ സോദരനായി കാണാൻ കണ്ണിനു തിമിരം. അപരനെ മണ്ണിൽ സോദരനായി കാണാൻ കണ്ണിനു തിമിരം. ക്രോധം വഴിയും കൃത്തിനു വേണം നാഥ നിന്നുടെ സ്നേഹസുഗന്ധം. ഓ എന്റെ ഹൃദയേശ്വരാ, യേശു മഹേശാ വരൂ. വഴിയിൽ വീഴും പാപം പാന്തന് സാന്ത്വനമരുളാനായി. വഴിയിൽ വീഴും പാപം പാന്തന് സാന്ത്വനമരുളാനായി. കരളിൽ ചൊരിയൂ വക്കുവരേക്കും നാഥ നിന്നുടെ ആർദ്രമരന്തം. ഓ എന്റെ ഹൃദയേശ്വരാ, യേശു മഹേശാ വരൂ. ജീവന്റെ നീർച്ചാൽ തരൂ, ദാഹം അകറ്റാൻ വരൂ. മനസ്സിൽ നിറയും മഴയായി കുളിരായി തേൻകണമായി. മനസ്സിൽ നിറയും മഴയായി കുളിരായി തേൻകണമായി വരൂ. ഓ എന്റെ ഹൃദയേശ്വരാ, യേശു മഹേശാ വരൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തിയുടെയും ക്ഷേമത്തിന്റെയും ഉറവിടമായ പിതാവേ, വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തിരുനാമം പ്രകീർത്തിക്കുവാൻ സമ്മേളിച്ചിരിക്കുന്ന ഈ കൂട്ടത്തെ കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ പ്രിയ മക്കൾ അർപ്പിച്ച പരമയാഗം ഞങ്ങൾക്ക് നിത്യമായ ശാന്തിയും രക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ.
കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ദ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ നിന്റെ ആഗ്രഹത്തിനൊത്ത പോൽ എൻ പ്രവർത്തികൾ സമസ്തവും കൈവരിക്കുവാൻ കരുവരം സർവശക്തനായ ദൈവമേ കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ദ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്ക് എന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ സ്വർഗീയ മധ്യസ്ഥയിലൂടെ ഇക്കഴിഞ്ഞ ആഴ്ച നമുക്ക് ലഭിച്ച നിരവധിയായ നന്മകൾക്കുള്ള ഉപകാരസ്മരണകൾ ഭക്തിയോടുകൂടെയും വിശ്വാസത്തോടുകൂടെയും നമുക്കിപ്പോൾ നവനാൾ ജപം ചൊല്ലാം. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക ആവശ്യത്തിനായും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ നിയോഗത്തിനായും നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും.
ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോനീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ ജനം ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതീ യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്രഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി
ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യരശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാ പൊൽപാദങ്ങളെന്നുമാശ്രയം പാവനാത്മാവായോരങ്ങുതൻ പ്രാർത്ഥന സഹായ ശക്തിയാൽ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതനായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസും നീരേടുന്ന നീർമിഴികളും കാഴ്ച വെച്ചു കൂപ്പിടും വിതാ കാതടച്ചു കേൾക്കനായക പാതുവായി ആശയോടെ നിൻ പാദമാശ്രയിച്ചോരേരകൾ ആശ നേടി നിന്നനുഗ്രഹാൽ ആശിസേതുവിന്നു ഭൗവിധം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യരശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാ പൊൽപാദങ്ങളെന്നുമാശ്രയം. ലഭിച്ച നന്മകൾക്കുള്ള ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. ജീവിത വ്യതകളാലേ
ഭൂമിയിൽ വലഞ്ഞിടുന്നോ ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നോ നിൻ പാദാംബുജം നമിച്ചിടാം അൻപോടെ കൃപ ചൊരിയണേ നിൻ പാദാംബുജം നമിച്ചിടാം അൻപോടെ കൃപ ചൊരിയണേ അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ പാതുവായിലെ അന്തോനിയെ പാലിതിൽ കൃപ ചൊരിയണേ കഴിഞ്ഞിവർ പോവുകയായി ലോകത്തിൻ പല പാതകളിൽ കരുണ വിതയ്ക്കാൻ ശാന്തി പരത്താൻ സേവനമെങ്ങും നൽകാൻ പൂജ കഴിഞ്ഞിവർ പോവുകയായി ലോകത്തിൻ പല പാതകളിൽ കരുണ വിതയ്ക്കാൻ ശാന്തി പരത്താൻ സേവനമെങ്ങും നൽകാൻ സ്നേഹത്തികവിൽ വാഴാം സോദര ശുശ്രൂഷകളിൽ മുഴുകാം കൂട്ടായി മകളുടെ സങ്കീർത്തനമി ഭൂതലമഖിലം പാടാം കൂട്ടായി മകളുടെ സങ്കീർത്തനമി ഭൂതലമഖിലം പാടാം പൂജ കഴിഞ്ഞിവർ പോവുകയായി ലോകത്തിൻ പല പാതകളിൽ കരുണ വിതയ്ക്കാൻ ശാന്തി പരത്താൻ സേവനമെങ്ങും നൽകാം പുതിയൊരു വാനം പുതിയൊരു ഭൂമി നമ്മൾക്കെന്നും ലക്ഷ്യം കൈകൾ കോർത്തും ഹൃദയം ചേർത്തും ഒരുമിച്ചണിയായി നീങ്ങാം കൈകൾ കോർത്തും ഹൃദയം ചേർത്തും ഒരുമിച്ചണിയായി നീങ്ങാം പൂജ കഴിഞ്ഞിവർ പോവുകയായി ലോകത്തിൻ പല പാതകളിൽ കരുണ